മാഷേ പറയുന്നത് വേദനയുണ്ട്. പക്ഷേ ശബരിമല അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, അദ്ദേഹത്തിനെ പ്രതിപട്ടികയിൽ ചേർക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞത് മുതൽ KP ശങ്കരദാസ് ആശുപത്രി അന്ന് മുതലാണ്, അതുവരെ ഇല്ല, സ്വകാര്യ ആശുപത്രിയിൽ കയറി കിടപ്പായി. ഒരു വാശി ആശുപത്രി വിടില്ല. ആശുപത്രി വിട്ട് കഴിഞ്ഞ് അറസ്റ്റ് ചെയ്യാമെന്നൊരു സാമാന്യ മര്യാദയ്ക്ക് SP ശശിധരൻ പോലീസ് സൂപ്രണ്ട് വിചാരിച്ചു, SITയുടെ ഹെഡ്. പക്ഷെ ഒരു കാലത്തും അദ്ദേഹം കടും പിടുത്തം അവിടെ നിന്ന് ഇറങ്ങുകയായിരുന്നു. അദ്ദേഹത്തിന് അസുഖം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷാഘാതം എന്നൊക്കെയാ പറയുന്നത്. CPI പക്ഷം പിടിച്ചതിന്റെ പക്ഷാഘാതമാണോ എന്താണെന്ന് അറിയില്ല. പക്ഷെ മുൻകൂർ ജാമ്യം തേടിയിരുന്നു അദ്ദേഹം. മുൻകൂർ ജാമ്യം കിട്ടിയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ആശുപത്രി രേഖകൾ ഹാജരാക്കിയില്ല. ഇങ്ങനെയുള്ള ഒരാൾ ആദ്യം ഹാജരാക്കേണ്ടത് നമുക്കറിയാമല്ലോ. രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം, പഠിച്ച രാഷ്ട്രീയക്കാരനാണ്, അറിയാം എന്തൊക്കെയാണ് സമർപ്പിക്കേണ്ടത്. പക്ഷെ അത് കൊടുത്തില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? പക്ഷേ പോലീസിന്റെ പിൻബലം, ഗവൺമെന്റിന്റെ പിൻബലം, പിന്നെ മടിയിൽ ഖനമുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ടാണല്ലോ ഇങ്ങനെ പറയുന്നത്. ഇത് പറയുമ്പോൾ കുറെ അധികം കാര്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അതിൽ ഒന്നൊന്നായി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ കാര്യം, ഇപ്പോ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആൾക്കാരെയാണ് പിടിച്ചിരിക്കുന്നത്. തന്ത്രിയെ വരെ എത്തിയിട്ടുണ്ട്. അത് തന്ത്രി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥ തലം അല്ലെങ്കിൽ പോലും അവിടെ വരെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഈ സംഭവം കൊണ്ട് ഇത് അവസാനിച്ചു എന്ന് വരുത്തി തീർക്കാനാണ് ഏറ്റവും അവസാനത്തെ അറസ്റ്റായിട്ട് ഇതിലേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ യാഥാർത്ഥ്യം അങ്ങനെയല്ല. നമ്മൾ കണ്ടതിനേക്കാൾ ഏറെ ഭാണ്ഡത്തിനകത്തുണ്ട് വിഴുപ്പുകൾ എന്നതാണ് സത്യം. ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടായിരുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇത്തരം ഒരു ഹീനകൃത്യത്തിൽ, അതൊരു ഹീനകൃത്യം എന്ന് തന്നെ നമ്മൾ പറയണം, കുറ്റകൃത്യത്തിൽ പങ്കാളിയാണെങ്കിൽ അത്ര കോൺഫിഡൻസ് ഇവർക്ക് ഇവിടെ ലഭിച്ചു. ഇതൊക്കെ ഒരു ശബരിമല പോലെ ഒരു അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രത്തിലെ ഏറ്റവും പുറമേ കാണുന്ന കാര്യങ്ങളിൽ പോലും ഞങ്ങൾ ചെയ്യുന്നതെല്ലാം CCTVയിൽ പതിയുമല്ലോ. ഞങ്ങൾ ചെയ്യുന്ന കാര്യം മറ്റാരെങ്കിലും ഒക്കെ അറിയുന്നുണ്ടല്ലോ. സ്വകാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുകയില്ലല്ലോ. അപ്പോൾ കൂട്ടുത്തരവാദിത്തമുള്ള ഒരു സംവിധാനത്തെ നിയന്ത്രിക്കുന്ന, അവർ അക്കൗണ്ടബിളായ ഒരു അധികാരി ഉണ്ടല്ലോ. അതിനെ തന്ത്രി എന്നത് മറിച്ചിട്ടാൽ മന്ത്രി എന്ന പേരിലാണ് നമുക്കത് പറയേണ്ടി വരുന്നത്. ഈ മന്ത്രിയുടെ അറിവില്ലാതെ ഇങ്ങനെ ഒരു കാര്യം ശബരിമലയിൽ നടക്കുകയില്ല എന്നുള്ളത് സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അതാണ് ഒന്നാമത്തെ വിഷയം. അപ്പോൾ മന്ത്രിയിലേക്ക് അന്വേഷണം ഇപ്പോഴും പോകുന്നില്ലല്ലോ. അദ്ദേഹത്തെ ചോദ്യം ചെയ്തു, രഹസ്യമായി ചോദ്യം ചെയ്തു. 4 ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാം മണത്തെറിയുന്ന പത്രങ്ങൾ അറിഞ്ഞു. ഇതാണ് സംഭവം. ഇതാണ് ഒരു കാര്യം. അപ്പോൾ അവിടെ ഒരു സസ്പെൻസ് ഇട്ടിട്ടുണ്ട് ഇപ്പോഴും. എന്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല? പ്രതിപക്ഷം അതിശക്തമായിട്ട് ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇതേ സംഭവം കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്തും നടക്കുമായിരുന്നു. നമ്മൾ പറയുമ്പോൾ ആ ഭാഗം പലപ്പോഴും വിട്ടുപോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്തും ഇതേപോലെ കാര്യം നടക്കുമായിരുന്നു. അവർ ഭരിച്ച സമയത്തും ചെറിയ ചെറിയ മോഷണങ്ങൾ, പണ ക്രയവിക്രയങ്ങളിലെ സുതാര്യതയില്ലായ്മയൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ അത് അത്ര വിസിബിളായ രീതിയിൽ സമൂഹം ചർച്ച ചെയ്യുന്ന രീതിയിൽ വന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അവരെന്തുകൊണ്ട് ചെയ്തില്ല എന്നൊരു ചോദ്യം പലപ്പോഴും. എന്താ കാര്യം എന്നറിയോ? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിരവധി ഗ്രൂപ്പുകളുണ്ട്. പരസ്പരം മത്സരിക്കുന്ന ഒരു സംവിധാനമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ആ സംവിധാനത്തിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്യാൻ നോക്കിയിരിക്കുകയാണ്, എനിക്ക് ആ സ്ഥാനത്തേക്ക് കയറിയിരിക്കാൻ. അവിടെ ഒരാളെ പുറത്താക്കുക എന്ന് പറയുന്നത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലും പരസ്പരമുള്ള ചർച്ചകൾ. നമ്മൾ ഇതിലേക്ക് വന്ന KP ശങ്കരദാസിലേക്ക് വന്ന ഈ മനുഷ്യൻ, അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഈ അവിടെ നമ്മൾ ഒരാളെ പുറത്താക്കുക എന്ന് പറയുന്നത്, ഇവിടെ ബഹളം വെച്ച് കഴിയുമ്പോൾ ഹൈക്കമാൻഡ് പറയാമെന്ന് അയാളെ പുറത്താക്കും. അങ്ങനെയാണ് KPCC ഒരു നടപടി എടുക്കുന്നത്. ഇത് നടക്കുമെന്നറിയാം. എന്നാൽ CPM-ലേക്ക് വരുമ്പോൾ CPM-ൽ ഇത്തരം കാര്യങ്ങൾ നടക്കുകയില്ല. ആദ്യത്തെ പ്രശ്നം ഇതാണ്. ഇപ്പൊ ശങ്കരദാസിലേക്കൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ CPM-ൽ ഒരു നടപടി, ഒരു സഖാവ് ശബരിമലയിൽ ഒരു തെറ്റ് ചെയ്തു. ആദ്യത്തെ കമന്റ് എന്താണെന്നറിയോ? നമ്മുടെ സഖാവാണ്, അപ്പൊ അത് പ്രശ്നമാക്കണ്ട. അടുത്തത് പ്രശ്നമാക്കി, അപ്പോൾ സഖാവല്ലേ, സഖാവിനെ സംരക്ഷിക്കണം. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സഖാവിന് പ്രശ്നമുണ്ടെങ്കിൽ പാർട്ടിക്കാണ് ക്ഷീണം. അപ്പൊ പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി ഒന്നിന് പിറകെ ഒന്നായിട്ട് ഓരോരോ, ആദ്യത്തെ ചെറിയ തെറ്റ്, അതിന് മുകളിലുള്ള വലിയ തെറ്റ്. അപ്പൊ തെറ്റുകളുടെ ഒരു പരമ്പരയുണ്ട്, ആർക്കും തെറ്റ് ചെയ്യാവുന്നൊരു അവസ്ഥയുണ്ട്. ഈ അവസ്ഥയിൽ ഇവർ തെറ്റുകളുടെ ഒരു ഘോഷയാത്ര നടത്തി. ഇത് ഏറ്റവും ഉന്നതങ്ങളിലേക്ക് വരെ എത്തി, ഈ തെറ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ പാർട്ടിക്ക് ഇവരെല്ലാം സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത വന്നു. ആ ബാധ്യതയുടെ ഏറ്റവും അവസാനം പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ പോലീസിനെ സംബന്ധിച്ച് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും അതിൽ ചെയ്തെന്ന് നമുക്കറിയാമല്ലോ. എന്ന് വെച്ചാൽ സംരക്ഷിക്കാൻ, അന്വേഷിക്കാനല്ല, സംരക്ഷിക്കാൻ. എല്ലാം കഴിഞ്ഞപ്പോൾ അവർക്കൊരു കാര്യം ചെയ്യണം.
മുഖം രക്ഷിക്കണം. കാരണം അടുത്ത ഇലക്ഷൻ വരുന്നു. ഇലക്ഷൻ ഈ സമയത്തൊന്നും ഇല്ലായിരുന്നു എന്ന് വിചാരിച്ച് എന്ത് സംഭവിക്കുമായിരുന്നു? ഈ സമയത്തൊന്നും ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ മുന്നിൽ വന്ന് നിൽക്കുകയില്ലായിരുന്നുവെങ്കിൽ സംശയമില്ല ഇതിനേക്കാൾ ഒച്ച ചെയ്യുന്ന വേഗത്തിൽ പോകും. സർക്കാർ പത്രസമ്മേളനം നടത്തി ന്യായീകരിക്കുകയും പഴിചാരുകയും ചെയ്തുകൊണ്ടിരിക്കും. ഇതേ സംബന്ധിച്ച് ഒരു പത്രസമ്മേളനം ഇതുവരെ ആരും നടത്തിയിട്ടില്ല. ശ്രദ്ധിച്ചോ? ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ആരുടെയെങ്കിലും പത്രസമ്മേളനം സാറ് ശ്രദ്ധിച്ചോ? ഇല്ലല്ലോ. ശബരിമല എന്ന ആ അക്ഷരം ആരും മിണ്ടുന്നില്ല. അതിന്റെ പിന്നിലാണ് ഈ നിഗൂഢതകളെല്ലാം ഇരിക്കുന്നത്. സംസാരിച്ചാൽ അതുപോലും അടുത്ത ചർച്ചയാകുന്ന രീതിയിൽ അതിഭീകരവും ഭീമവുമായ വലിയ എമൗണ്ടിന്റെ അക്രമമാണ്. അത് അങ്ങനെ ആ ഭാഷയിൽ തന്നെ അത് പറയണം ഒരു ജനതയോട് ചെയ്ത്. ഇതിൽ പ്രധാനപ്പെട്ട 2-3 പോയിന്റുകളുണ്ട്. ഒന്നാമത്തെ കാര്യം, ശബരിമലയിലെ പോലീസുകാരുടെ ട്രേഡ് യൂണിയൻ്റെ ഭാഗമായിട്ടുള്ള ആളാണ് അന്വേഷണം നടത്തുന്നത്. രണ്ടാമതായിട്ട് പോലീസിൽ തന്നെ ആണ് ശങ്കരദാസിൻ്റെ മകൻ, ഇതേ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. മൂന്നാമത്തെ കാര്യം, ശങ്കരദാസ് എന്ന് പറയുന്നത് CPM അല്ല, CPIയുടെ അതിൻ്റെ തൊഴിലാളി വിഭാഗമായ ATUCയുടെ സംസ്ഥാന നേതാവായിരുന്നു. അദ്ദേഹം എന്ന് പറയുന്ന ഒരു തൊഴിലാളി യൂണിയൻ നേതാവാണ്. ശബരിമല ഭരിക്കുന്നത് ദേവസ്വം ബോർഡല്ല, മന്ത്രിയുമല്ല, തന്ത്രിയുമല്ല, ഭരിക്കുന്നത് ട്രേഡ് യൂണിയനാണ്. ട്രേഡ് യൂണിയനാണ് ഭരിക്കുന്നത്. അപ്പോൾ ആ ട്രേഡ് യൂണിയൻ അവരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ആ കൊള്ള നടത്തുന്നു അവർ തന്നെ. അവർക്ക് ഭക്തിയില്ല. ഇത് ഞാൻ പറയുന്നതല്ല. അവിടെ പണ്ട് അവിടുത്തെ വിജിലൻസ് ഓഫീസറായിട്ട് വന്ന ഒരു മുതിർന്ന IPS ഉദ്യോഗസ്ഥനായിട്ടുള്ള ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി, സങ്കടത്തോടു കൂടി പറയുന്ന കാര്യമാണ്. അതുപോലെ 90% ജീവനക്കാർ അഴിമതിയിൽ മുങ്ങി കുളിക്കുന്നവരാണ്. കേവലം 10% മാത്രമേ ഉള്ളൂ. ആ ശബരിമലയ്ക്കുള്ള പുറത്തുള്ള ക്ഷേത്രങ്ങളുടെ സ്ഥിതി എങ്ങനെയാണെന്നറിയോ? 95% ജീവനക്കാരും അഴിമതിക്കാരാണ്. 5% ഉള്ളൂ അല്ലാത്തവർ. ഇതുമൂലം ശബരിമല മാത്രമല്ല, ശബരിമല ഈ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് അതുപോലെ ഉയർന്നു നിൽക്കുന്നു. ബാക്കിയൊക്കെ നമ്മൾ കാണുന്നില്ല. അവിടെ 500ഓളം ആനക്കൊമ്പുകളാണ് ഗുരുവായൂർ നിന്ന് പോയിട്ടുള്ളത്. ദേവസ്വം ബോർഡ് ഭൂമിയെല്ലാം പോയിരിക്കുന്നു. ഹരിപ്പാട്ട് ക്ഷേത്രത്തിൽ, ഏത് ക്ഷേത്രത്തിലാണ് ഇനി പോവാൻ? നശിപ്പിച്ചു കളഞ്ഞവര് മുഴുവൻ അടിമുടി ഇതിൻ്റെ അകിലും എന്താ പറയുന്ന അലകും പിടിയും മുഴുവൻ ബാക്കി. ഇവിടെ ഒരു ഘടനാപരമായ മാറ്റം വന്നില്ലെങ്കിൽ അമ്പലങ്ങൾ കാണില്ല. ടിപ്പുവും ഗസ്നിയും ഒക്കെ നടത്തിയതിനേക്കാൾ ക്രൂരമായ നിലയിൽ ഈ ട്രേഡ് യൂണിയൻ സംഘങ്ങൾ ഒത്തുചേർന്ന് ക്ഷേത്രങ്ങൾ നശിപ്പിക്കും. അപ്പോൾ അതിൻ്റെ ഇങ്ങേയറ്റത്ത് നിൽക്കുന്ന രക്ഷപ്പെടുത്തൽ ശ്രമമാണ് ATUCയുടെ CPIയുടെ നേതാവായിട്ടുള്ള ശങ്കരദാസ് നടത്തിയത്. അവസാന നിമിഷം പോലും അറസ്റ്റ് ചെയ്യപ്പെടാൻ വേണ്ടി തന്ത്രപൂർവ്വം ആശുപത്രിയിൽ കൊണ്ട് രേഖകളില്ലാതെ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി പണം കിട്ടി അവർ പിന്നെ പറഞ്ഞു വിടത്തില്ല. സർക്കാർ ആശുപത്രി ആണെങ്കിൽ അസുഖം കഴിഞ്ഞ് നിങ്ങൾ പോകും, വേറെ ബെഡില്ല, വേറെ ആൾ വരുമെന്ന് പറയും. ഇവിടെ അതില്ല. ലക്ഷറിയസ് അല്ലേ, ദേഹാസ്വസ്ഥ, അതെ ഡിസെൻട്രി, അങ്ങനെ വലിയ തെളിവുകളൊന്നും വേണ്ടാത്ത കാര്യങ്ങൾ രേഖപ്പെടുത്തും. പക്ഷെ അത് കോടതിയിൽ കൊടുത്താലുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഇത്തരം കാര്യങ്ങൾക്ക് ഇത്രയും ദിവസം അഡ്മിറ്റ് ആകേണ്ട കാര്യമില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നെഞ്ചുവേദനയാണെങ്കിൽ ECG ഹാജരാക്കണം. അതേപോലെ തന്നെ അതിന്റെ മറ്റ് സംവിധാനങ്ങൾ, പരിശോധനാ ഫലങ്ങളെല്ലാം കൊടുക്കണം. കൊടുത്ത മരുന്നിന്റെ റിപ്പോർട്ടെല്ലാം കോടതി ചോദിക്കും. ഇതിപ്പോൾ ആ രീതിയിലേക്ക് ഒന്നുമില്ലാത്തത് കൊണ്ടാണ് കോടതിയിൽ രേഖകൾ സമർപ്പിക്കാൻ അവർക്ക് പറ്റാതെ വന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് തന്നെ ഒരു കൊള്ളയുടെ പങ്കാളിയായ ഒരു മനുഷ്യന്റെ വിഹ്വലതകളാണ്, ഭയമാണ്, ഞാൻ എപ്പോൾ വേണമെങ്കിലും പിടിക്കപ്പെടാമെന്നുള്ളത്. എന്നാൽ ഇതിനപ്പുറം മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത്തരം കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കുകയും കുറ്റകരമായ അനാസ്ഥ എന്ന രീതിയിലേക്ക് ഇതിനേക്കാൾ പോലീസിന്റെ റിപ്പോർട്ട് കൊടുക്കാമോ? ഇത് കോടതിയിൽ ഡോക്ടറുടെ റിപ്പോർട്ട് മാത്രമല്ല, പോലീസിന്റെ റിപ്പോർട്ടും കൊടുക്കുക. അപ്പൊ പോലീസിന്റെ റിപ്പോർട്ട് ഏതായാലും ഇദ്ദേഹത്തിന് അനുകൂലമായിരിക്കും, നമുക്കറിയാമല്ലോ. അപ്പൊ ഈ സമയത്തിനുള്ളിൽ വിഷയത്തെ കുറേയേറെ ഡൈല്യൂട്ട് ചെയ്യാവുന്ന രീതിയിലേക്ക് എങ്ങനെയായി വെയിറ്റ് ആൻഡ് സീ ഇല്ലേ? അപ്പൊ എന്നതുപോലെ നമുക്ക് കാത്തിരുന്ന് നോക്കാം. വലിയ കുഴപ്പമില്ലെങ്കിൽ അങ്ങ് ഭരണമുണ്ടല്ലോ, അത് തേച്ച് മായ്ച്ച് കളയാമെന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷെ ആ പദ്ധതികളെല്ലാം ഹൈക്കോടതി ലൈവായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. ഒരു കാര്യം കൂടി സാർ ശ്രദ്ധിക്കൂ. ഹൈക്കോടതി സാധാരണ മിക്കവാറും സർക്കാർ പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകളിൽ ഹൈക്കോടതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിക്കവാറും സ്റ്റേറ്റിലെ കോടതി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എപ്പോഴും കോടതിയും സർക്കാരും ഒരേ ഭാഗത്ത് ഒരേ രീതിയിൽ ചിന്തിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ഈ കേസിൽ മാത്രം തികച്ചും വ്യത്യസ്തമായിട്ടാണ് കോടതിയുടെ നിലപാട്. അതിൻ്റെ അർത്ഥം ഇതിനെ സംബന്ധിച്ച് ധാരാളം കാര്യങ്ങൾ സീൽ വെച്ച കവറിൽ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്, രഹസ്യമായിട്ട് തന്നെ. പിന്നെ ചില ഉദ്യോഗസ്ഥന്മാരെങ്കിലും, ഈ ജഡ്ജിമാരെന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ്. അവർക്ക് ധാരാളം സോഴ്സ് ഉണ്ട്. ഉന്നതരായ ഉദ്യോഗസ്ഥന്മാർ അവരോട് പേഴ്സണൽ കമൻ്റായിട്ട് പോലും സാറേ ഇന്ന പോലെയാണ്,
അവർക്കും അറിയാം സർക്കാർ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ വ്യക്തിപരമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് വളരെ ധാരണയുള്ളവരാണ്. അവരും മീഡിയയെ ശ്രദ്ധിക്കുന്നവരും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ്. അപ്പോൾ ഈ റിപ്പോർട്ടുകൾ മാത്രമല്ല അവർ പരിശോധിക്കുന്നത്, അവർക്കറിയാം ഇതിൻ്റെ വ്യാപ്തി എത്രമാത്രമാണെന്ന്. എന്നാൽ കോടതിക്ക് ഒരു കമൻറ്റ്, വിധി വരുന്നതിന് മുമ്പ് ഒരു കമൻറ്റ് പറയുന്നതിനൊക്കെ പരിധിയുണ്ട്. കാരണം സമൂഹത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തും, പ്രത്യേകിച്ചും ഇതുപോലുള്ളൊരു സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ. അതുകൊണ്ടാണ് കോടതി കർശനമായ ഭാഷയിൽ റിപ്പോർട്ടുകൾ ചോദിക്കുന്നത്. ഇടക്കാല ഉത്തരവ് അല്ലെ ഇടക്കുള്ള കമൻറ്റുകളൊക്കെ കോടതി മനഃപൂർവ്വം ഒഴിവാക്കുന്നതാണ്. കേസ് കോടതിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള ശിക്ഷ ഈ വ്യക്തികളിൽ ഒതുങ്ങി നിൽക്കുകയില്ല, ഇതിനേക്കാൾ അപ്പുറത്തേക്ക് പോകും. കാരണം ഒന്നേ ഉള്ളൂ, ഈ നമ്മളുടെ ഒരു പഴഞ്ചൊല്ലുണ്ട്, എംബ്രാൻ ഇത്തിരി കട്ടുഭുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കുമെന്നുള്ളൂ. അത് എംബ്രാൻ കക്കണമെങ്കിൽ എംബ്രാൻ്റെ സ്വന്തം ക്ഷേത്രമായിരിക്കണം. ഇത് എംബ്രാൻ്റെ സ്വന്തം ക്ഷേത്രമല്ലല്ലോ, സർക്കാരല്ലേ നിയന്ത്രണം. അപ്പോൾ എംബ്രാൻ ഈ ധൈര്യം എവിടെ നിന്ന് വരുന്നു? മുകളിലിരിക്കുന്ന തമ്പുരാനും ഇതേ കാര്യം ചെയ്യുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ പങ്ക് കച്ചവടക്കാരനായതുകൊണ്ടാണ്. കാര്യങ്ങൾ പിടിവിട്ടു പോകുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കോൺഗ്രസ് ഇതിൽ മൗനം പാലിക്കുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവരെയും ബാധിക്കാവുന്ന ഒരു കണക്ഷൻ സോണിയാഗാന്ധിയിലേക്ക് ഉള്ളത് കൊണ്ടാണ്. പിന്നെ അടുത്തത് ബി ജെ പി ഈ വിഷയം വലിയ കാര്യമായിട്ട് ഉയർത്തുന്നില്ലല്ലോ. സാർ ശ്രദ്ധിച്ചോ? ബി ജെ പി പ്രസ്താവനകൾ നടത്തുന്നുണ്ട്, ഒരു പ്രക്ഷോഭ രംഗത്തില്ല. അതിനും കാരണമുണ്ട്. ബി ജെ പിക്ക് അടുത്ത ഇലക്ഷൻ ജയിക്കണം. ബി ജെ പി അടുത്ത ഇലക്ഷൻ ജയിക്കുമ്പോൾ അവരുടെ പ്രവർത്തന മികവിലാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ അവർക്ക് കിട്ടിയ തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ കൂടുതൽ അവർ ഇലക്ഷനിലേക്ക് ഇപ്പോൾ അവർ ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. ഇതെന്തായാലും അടിസ്ഥാനപരമായി അവർക്ക് അനുകൂലമായിട്ട് വരുമെന്നും ബി ജെ പിക്ക് അറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.